വിജയുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമയില്ലേ, തമിഴ് മൂവി. അങ്ങനെ പിന്നെ ബില്ല് കണ്ട ദുഃഖം തീർക്കാനായിട്ട് ഞാൻ എന്തൊരു പേപ്പർ കൊണ്ട് സൈൻ ചെയ്യാനൊക്കെ തന്നായിരുന്നു. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഷോപ്പിംഗ് മോൾ അല്ലെങ്കിൽ ഇങ്ങനെ ബോട്ടിൽഡായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാവും. ഹായ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബാങ്കോക്കിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. കാരണം ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ എങ്ങനെയാണെന്നൊക്കെ വിഷ്വൽസ് നിങ്ങളൊന്ന് കാണിക്കാണ്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിന്റെ പേര് സമിത് വിജൻ എന്നാണ്. ഇത് ബാങ്കോക്കിലെ വൺ ഓഫ് ദ ലീഡിങ് ഹോസ്പിറ്റൽ തന്നെയാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡോക്ടേഴ്സിന് കിട്ടുന്ന ഒരു നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വിജയുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമയില്ലേ, തമിഴ് മൂവി, ആ ഒരു സിനിമയിലെ ഹോസ്പിറ്റൽ സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ട് വന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഈ ഹോസ്പിറ്റൽ വിസിറ്റ് നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയർ ആയിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അതായത് ഇങ്ങനെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെയൊക്കെ കാണാനായിട്ട് അപ്പോയിൻമെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. അതൊന്നെങ്കിൽ ഇവരുടെ ആപ്പ് ഉണ്ട്, ഓൺലൈനിൽ കയറിയിട്ട് ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. എന്താണേലും പ്രയർ ആയിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓൾറെഡി പ്രയർ ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി റിസപ്ഷനിൽ പോയിട്ട് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഇവിടെ ഈ നമ്മൾ ഹോസ്പിറ്റൽസിൽ കൺസൾട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അത് മാൻഡേറ്ററി ആണ്. ലൈക്ക് ഒരു ഇന്ത്യൻ എന്നല്ല, ഏതൊരു ഫോറിനറിനും തായ്ലൻഡിലെ ഹോസ്പിറ്റൽസിൽ കൺസൾട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത് പിന്നെ അവർ അതിൻ്റെ സ്കാൻഡ് കോപ്പിയൊക്കെ എടുത്ത് ഫയൽ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ കൺസൾട്ടേഷൻ അവർ കൺഫേം ചെയ്യുന്നത്. ആൻഡ് അത് നമുക്കിനി ഇവിടുത്തെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് ഇപ്പോൾ നിങ്ങളൊരു ടൂറിസ്റ്റ് ആണെങ്കിലും അതല്ല ഇവിടെ പെർമനൻ്റ് ആയിട്ട് റിസൈഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നമ്മുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അതല്ലാതെ നമുക്ക് കൺസൾട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ഈ ഒരു ഹോസ്പിറ്റലെന്നല്ല, ഇവിടെയുള്ള ഒരു ഹോസ്പിറ്റലിലും അത് പറ്റത്തില്ല. ആൻഡ് ഇവിടെ കുറേ ബ്ലോക്സ് ഉണ്ട് കേട്ടോ. ബിൽഡിങ്ങിന്, ഹോസ്പിറ്റലിന് കുറേ ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മെയിൻ ബ്ലോക്കിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ അടുത്ത ബ്ലോക്കിലേക്ക് കയറുവാണ്. അതായത് ഞാൻ കൺസൾട്ടേഷന് പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കുവാണ്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് മോൾ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലെ ലോബി കാണുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ആംബിയൻസ് ഒന്നും അല്ല ഉള്ളത്. ലൈക്ക് ഈ ഒരു റിസപ്ഷനിലൂടെയൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹോട്ടൽ ലോബി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് മോൾ. കാരണം ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ബ്ലോക്കിൽ കുറേ റെസ്റ്റോറൻറ്റ്സും കാഫേസും ഒക്കെ, സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. സോ ബേസിക്കലി കാണുമ്പോൾ അതൊരു ഷോപ്പിംഗ് മോൾ ആണെന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും. ആ ഒരു രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് പോകാനുള്ളത് ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലേക്കാണ്. അപ്പോൾ ലിഫ്റ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഒരു ഹോസ്പിറ്റൽ ആക്ച്വലി ഡോക്ടേഴ്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല വേറെ ഏതൊക്കെയോ ലാംഗ്വേജസിലും ഒക്കെ അവൈലബിൾ ആണ്. ജാപ്പനീസ്, അറബിക്, അങ്ങനെ ഏതൊക്കെയോ പെർട്ടിക്കുലർ ലാംഗ്വേജസിലുള്ള ട്രാൻസ്ലേറ്റേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ അപ്പോൾ ഫോറിനേഴ്സിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു ഹോസ്പിറ്റലാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഈ മുകളിൽ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഒരു റിസപ്ഷൻ പിന്നെയുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് ഞാൻ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരെന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് മറ്റേ ബേസിക് പ്രിലിം ചെക്സ് ഒക്കെ ചെയ്തു. അതായത് ബോഡി വെയിറ്റ്, പനിയുണ്ടോ, ബ്ലഡ് പ്രഷർ എത്രയാണ്, പിന്നെ ഹാർട്ട് റേറ്റ് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് എന്തൊരു പേപ്പർ കൊണ്ട് സൈൻ ചെയ്യാനൊക്കെ തന്നായിരുന്നു. ജസ്റ്റ് നമ്മുടെ കൺസൾട്ടേഷൻ്റെ കൺഫർമേഷനാണ്. അത് നമ്മുടെ നിന്ന് അവർ സൈൻ ചെയ്ത് വാങ്ങിക്കും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇൻഷുറൻസിൻ്റെ ആണ്, പക്ഷേ ഇൻഷുറൻസിൻ്റെ അല്ല, ജസ്റ്റ് കൺസൾട്ടേഷൻ്റെ കൺഫർമേഷൻ അവരത് നമ്മുടെ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചതാണ്. എന്തായാലും ഒപ്പിട്ട് കൊടുത്തു. ആൻഡ് കൺസൾട്ടേഷനും കഴിഞ്ഞു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ പിന്നെ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഇവിടെ കണ്ടോ, ഇങ്ങനെ ബോട്ടിൽഡായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് ചിൽഡ് അല്ലാത്തതും ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഡിസ്പെൻസേഴ്സും, വെള്ളം കപ്പിലെടുക്കാനുള്ള ഡിസ്പെൻസേഴ്സും ഉണ്ട്. പിന്നെ അതല്ലാതെ കോഫി മെഷീൻസും ഉണ്ട് കേട്ടോ. ഈ മെഷീനിൽ കോഫി മാത്രമല്ല, നമുക്ക് ഹോട്ട് ചോക്ലേറ്റും ഒക്കെ കിട്ടും. ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. ഇത് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നല്ല, ഇവിടുത്തെ പൊതുവെയുള്ള എല്ലാ ഹോസ്പിറ്റൽസിലും ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് വെള്ളം എല്ലാം ഇങ്ങനെ ബോട്ടിൽഡായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാം കഴിഞ്ഞ് വന്നു ആണ് അവർ പറഞ്ഞത് എൻ്റെ ഇന്നത്തെ കൺസൾട്ടേഷൻ മെഡിക്കൽ ഇൻഷുറൻസിൽ കവേർഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബില്ലൊക്കെ തന്നു. അങ്ങനെ പിന്നെ ബില്ല് കണ്ട ദുഃഖം തീർക്കാനായിട്ട് ഞാൻ പോയി ഒരു ഹോട്ട് ചോക്ലേറ്റ് അങ്ങ് എടുത്തു. എന്നാൽ പിന്നെ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് ആ ദുഃഖം മാറ്റാം എന്ന് വിചാരിച്ചു. പക്ഷേ അത് കുടിച്ചിട്ട് ഇറ്റ് വാസ് നോട്ട് നൈസ്. ജസ്റ്റ് ഒരു ആവറേജ് ടേസ്റ്റ് കേട്ടോ. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത്രയൊക്കെയല്ലേ കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഇവർ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഫാർമസിയിലോട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പം നേരെ ഇനി ഫാർമസിയിൽ പോയി അത് കളക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് മെഡിസിൻ കളക്ട് ചെയ്താൽ മതി.
അപ്പോൾ ഇനി അടുത്ത ഫാർമസിയിലേക്ക് പോകാം. പിന്നെ ഇവിടെ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ കളക്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലത്തെ നിന്നും കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ ഇവിടുത്തെ പ്രൊസീജിയർ. അതായത് നമ്മൾ ഈ ഒരു റെസിപ്റ്റ് അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് ഇരുന്നാൽ മതി. അവരത് എടുത്ത് മെഡിസിൻ എല്ലാം എടുത്തതിന് ശേഷമായിരിക്കും നമ്മളെ പിന്നെ വിളിക്കുന്നത്. അപ്പം നമ്മൾ ചെന്നിട്ട് പേയ്മെന്റ് ചെയ്ത് മെഡിസിൻ വാങ്ങി അത് എന്താണെന്നൊക്കെ അവർ പറഞ്ഞു തരും. എന്നിട്ട് നമുക്ക് പോകാം. അതായത് നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ക്യൂ നിന്ന് പേ ചെയ്ത് പിന്നെ വന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ അടുത്ത ടോക്കൺ വിളിച്ചിട്ടല്ലേ നമ്മൾ പോയി മെഡിസിൻ ഒക്കെ കളക്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ, കുറച്ചും കൂടെ ഈസിയർ ആണ്. അപ്പോൾ മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടുത്തെ മെയിൻ ബ്ലോക്കിലെ വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാവേ. ഇവിടുത്തെ മെയിൻ ബ്ലോക്ക് കണ്ടാൽ ശരിക്കും ഒരു ഷോപ്പിംഗ് മോൾ പോലെ. ഇതേ ഇവിടെ കണ്ടോ കുറെ ATM മെഷീൻസ് ഒക്കെ ഉണ്ട് ഹോസ്പിറ്റലിനകത്ത്. പിന്നെ അത് ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ ലോഞ്ചസ് ഉണ്ട്, ഇരിക്കാനൊക്കെ ആയിട്ട് കുറെ ലോഞ്ചസ്. പിന്നെ ഒരു ഗാർഡൻ ഉണ്ട്, ഞാൻ കാണിക്കാം. അതിന്റെ അപ്പുറത്തൊരു ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ആ ഗാർഡൻ ഏരിയ. പിന്നെ ഇനി ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ റിസപ്ഷൻ ഏരിയ. അപ്പോൾ ഇവിടെ കുറച്ച് ആളൊക്കെ ഉണ്ട്. പിന്നെ ഈ റിസപ്ഷൻ ഏരിയനോട് ചേർന്നും കുറെ കാഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇവിടെ തായ്ലൻഡിൽ ഇടയ്ക്ക് കോവിഡ് കേസസ് കൂടുന്നതായിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ആൾക്കാർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫൊക്കെ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ പുറത്ത് നടക്കുന്ന ആൾക്കാർ വെക്കുന്നത് കാണുന്നത് കുറവാട്ടോ. പക്ഷേങ്കിലും ഹോസ്പിറ്റലിലൊക്കെ എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റിസപ്ഷൻ ഏരിയയിൽ തന്നെ ഇവരുടെ അവാർഡ്സും സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സെക്ഷനിൽ ഇങ്ങനെ. അതായത് എന്തോ വേൾഡ് ബെസ്റ്റ് ഹോസ്പിറ്റൽസിന്റെ എന്തോ ഒരു റാങ്കിങ് ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതേ കണ്ടോ, ഈ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഫ്ലവർ ഷോപ്സ് ഒക്കെ ഉണ്ട്, ബൊക്കേസ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ ബേബിയുടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ സെല് ചെയ്യുന്ന ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പെട്ടെന്ന് വാങ്ങാനായിട്ടുള്ളൊരു ഇതിനാന്ന് തോന്നുന്നു. ഇവിടെ കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഒരുപാടുണ്ട്. അതല്ലാതെ ഇങ്ങനത്തെ ഫ്ലവർ ഷോപ്സും ഗിഫ്റ്റ് സെല് ചെയ്യുന്ന ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാണ്. കാരണം ഈ അണ്ടർഗ്രൗണ്ടിലാണ് ഇവരുടെ ഈ റെസ്റ്റോറൻറ്റ്സും കഫേസും എല്ലാം. ഇവിടെ ഈ സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. അതല്ലാതെ ഇവരുടെ തായ് കുറെ റെസ്റ്റോറൻറ്റ് ചെയിൻസ്, SNP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ് ചെയിൻസ് ആണ്. അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇവിടെ ഒരു ബ്രെഡ് ഷോപ്പ് ഉണ്ട്, സെയിന്റ് എറ്റോൾ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് സ്നാക്സ് വാങ്ങാനാണ്. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് വന്നിട്ട് ഈ കാണുന്ന കടയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ എന്താ ബേക്ക്ഡ് ബ്രെഡ്സ് അല്ലെങ്കിൽ പേസ്ട്രീസ് ഒക്കെ കിട്ടുന്ന കടയാണ്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. കണ്ടോ ഇവിടെ ഇതൊക്കെയാണുള്ളത്. അതായത് ഡോണറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ഞാൻ കാണിക്കാം കേട്ടോ. ഉണ്ടോ ഷുഗർ ഡോണറ്റ്സ്, ചോക്ലേറ്റ് ഡോണറ്റ്സ്, പിന്നെ അല്ലാതെ സോസേജിന്റെ ക്രൊസോൺസ്, അതല്ലാതെ ചോക്ലേറ്റ് ക്രൊസോൺ, അങ്ങനത്തെ എന്താ പറയുക പക്ക ബ്രെഡ് ആൻഡ് പേസ്ട്രി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആൻഡ് ഇത് ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല, നോർമൽ നമ്മുടെ ഒരു ബേക്കറി പ്രൈസിങ്ങിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. ആൻഡ് ഇത് ഫ്രഷ്ലി ബേക്ക്ഡും ആണ്. അപ്പോൾ ഇത് എടുക്കേണ്ട എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ട്രേസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ട്രേ എടുത്ത് എന്നിട്ട് അവിടെ ടോങ്സും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആ ട്രേയിലേക്ക് വെക്കുക. എന്നിട്ട് ആ ട്രേ ആണ് നമ്മൾ ബില്ലിംഗ് കൗണ്ടറിൽ കൊണ്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അവരത് ബില്ല് ചെയ്യും. അപ്പോൾ ഇനി എടുക്കാം, എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ട്രേയിലേക്ക് നമ്മൾ എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ എടുത്തേക്കുന്നത് എന്തോ ചോക്ലേറ്റ് മെസ്സിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെന്തോന്ന് ഒരു ഐഡിയ ഇല്ല, ആദ്യമായിട്ടാണ് ഈ സംഭവം വാങ്ങിക്കുന്നത്. ശരിക്കും മെസ്സാണോ അല്ലയോ എന്നൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാട്ടു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഇനി അടുത്തത് യാപ്പിയുടെ ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് എടുക്കുന്നത്, ഷുഗർ ഡോണറ്റ്സ് ഒക്കെ. ഇതേ കണ്ടോ, ഇങ്ങനെയാണ് ഇവിടെ ബില്ല് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ട്രേ കൊണ്ട് ഇവിടെ ബില്ലിംഗ് കൗണ്ടറിൽ കൊടുക്കുക, എന്നിട്ട് അവരെ പേയ്മെന്റ് ചെയ്യുക. അപ്പോൾ അവരിങ്ങനെ അത് പാക്ക് ചെയ്ത് സെപ്പറേറ്റ് കവേഴ്സിലായിട്ട് തരും. അപ്പോൾ ഇനി തിരിച്ചു പോകാനായിട്ട് ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞു. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടന്റ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ എന്നെ അത് മെസ്സേജിലൂടെ അല്ലെങ്കിൽ കമന്റിലൂടെ ഒക്കെ അറിയിക്കണം കേട്ടോ. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് കാണാം കേട്ടോ. താങ്ക്